അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉള്ള മര്യാദകൾ, അഥവാ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്ത് വായ വൃത്തിയാക്കി വുളൂ ചെയ്ത് ആദരവോടും സമാധാനത്തോടെയും ഖിബിലക്ക് അഭിമുഖമായി മറ്റൊന്നിനോടും ചാരിയിരിക്കാതെ ഖുർആൻ ഓതണം. അതാണ് ഖുർആൻ പാരായണ മര്യാദകളിൽ പ്രധാനമായി പറയുന്നത്. നജസായ വായയോടെ ഓതൽ കറാഹത്താണ്. ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്നവനെ പോലെ ഇരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കണം. അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും സാവധാനം ഓതണം. അർത്ഥം ചിന്തിച്ച് സാവധാനമുള്ള ഓത്ത് കൂടുതൽ ഭക്തി ഉളവാക്കും. പള്ളിയിൽ വെച്ച് കൂടുതൽ ശ്രേഷ്ഠതയാണ് ഖുർആൻ പാരായണത്തിന്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് തെറ്റുകൾ കുറക്കും. ഓതുമ്പോൾ കരയണം, കരയുന്നില്ലെങ്കിൽ കരയുന്നവനായി അതിനുവേണ്ടി അവൻ ശ്രദ്ധിക്കണം. നരകശിക്ഷകളും താക്കീതുകളും സംബന്ധിയായി സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും സ്വർഗത്തെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അള്ളാഹുവിനോട് അവൻ കേണപേക്ഷിക്കുകയും വേണം. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. ശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സജദയുടെ ആയത്തുകൾ കടന്നു വരുന്നുണ്ട്. അവിടെ സുജൂദ് ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അഊദു, ബിസ്മി അതൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അഹംഭാവം ഉണ്ടാകുന്നവർ പതുക്കെയും അല്ലാത്തവർ നിസ്കരിക്കുന്നവനും ഉറങ്ങുന്നവനും ശല്യമാവാത്ത നിലയിൽ ഉറക്കെയുമാണ് ഓതേണ്ടത്. ഖുർആനിൽ നോക്കി ഓതുമ്പോഴാണ് ഭക്തി ലഭിക്കുന്നതെങ്കിൽ അതാണ് ഏതൊരാൾക്കും ഉത്തമം. നല്ല ശൈലിയിലും ശബ്ദത്തിലും പാരായണം ചെയ്യണം. പാരായണ നിയമത്തിനും പരിധിക്കും വിധേയമായിരിക്കണം. അർത്ഥം പൂർത്തിയാവാത്ത സ്ഥലത്ത് ഒരിക്കലും നിർത്താൻ പാടില്ല. അത് അർത്ഥഭംഗം ഉണ്ടാക്കും എന്നതാണ് അതിൻ്റെ കാരണം. നിസ്കാരത്തിൽ ഓതുന്നത് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ്. ഇശാ മഗ്‌രിബിന് ഇടയിലും അർദ്ധരാത്രിയിലും സുബഹിക്ക് ശേഷവും ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ്. രാത്രിയിലെ ഖുർആൻ പാരായണം പകലിലെ പാരായണത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. ചുരുങ്ങിയത് ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യണമെന്നാണ് മഹത്തുക്കളായ സൂഫിയാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ അതിന് കൊടുക്കേണ്ട എല്ലാ ആദരവുകളും കൊടുത്തുകൊണ്ട് അതിൻ്റെ പാരായണ മര്യാദകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ധാരാളം, പ്രത്യേകിച്ച് ഈ റമദാനിൽ നമുക്കത് ഖത്മ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹു നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.